കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് മതജിമാരും പ്രഭുക്കന്മാരും വ്യക്തിപരമായി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, വിളിച്ച് ചോദിക്കുന്നുണ്ട്, എപ്രകാരമാണ് ഏകാദശി വ്രതം ശരിയായി ആചരിക്കേണ്ടത്. ഒരുപാട് സംശയം ഈ വിഷയത്തെപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ ഏകാദശി വ്രതം എന്താണ്, എങ്ങനെയാണ് എന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം, മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പോൾ ആദ്യം ഏകാദശി വ്രതം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സാക്ഷാൽ ജഗന്നാഥനായ ഭഗവാൻ മഹാവിഷ്ണു മുരൻ എന്ന അസുരനുമായുള്ള യുദ്ധത്തിന് മധ്യേ ബദരീ പ്രദേശത്ത് വരികയും ഭഗവാൻ യുദ്ധമധ്യേ മഹായോഗമായ യോഗനിദ്രയെ പ്രാപിക്കുകയും ചെയ്യുന്നു. യുദ്ധമധ്യേ യോഗനിദ്രയെ പ്രാപിച്ച ഭഗവാൻ മഹാവിഷ്ണുവിനെ ആക്രമിക്കാൻ മുരൻ തുനിയുന്ന സമയം ഭഗവാന്റെ ശരീരത്തു നിന്നും ആ യോഗമായ സ്വയം 11 കലകളോടുകൂടി പ്രത്യക്ഷയാവുകയും മുരനെ വധിക്കുകയും ചെയ്യുന്നു. ആ യോഗമായയുടെ 11 കലകളോടുകൂടി വന്ന ആ ഏകാദശി ദേവിയുടെ കർമ്മത്തിൽ സംപ്രീതനാകുന്ന ഭഗവാൻ അന്നേ ദിവസം ഏകാദശി തിഥിയും കൂടെയാണ്. ആ ദിവസം വ്രതമെടുക്കുന്നവർക്കൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് അനുഗ്രഹിച്ചു. ഇതാണ് ഏകാദശി വ്രതത്തിൻ്റെ ഐതിഹ്യം അഥവാ മഹത്വം. അപ്പോൾ അതുകൊണ്ട് ഏകാദശി വ്രതം എന്ന് പറയുന്നത് വൈഷ്ണവരെ സംബന്ധിച്ച്, വിഷ്ണു ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷത്തിലെ 24 ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വൈഷ്ണവരും വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഏകാദശി വ്രതം നോക്കുന്നത് ആ വിഷ്ണുപാദങ്ങളിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗമായി കരുതപ്പെടുന്നു. ഇനി എപ്രകാരം ഏകാദശി വ്രതം അനുഷ്ഠിക്കണം എന്ന് വിശദമായി പരിശോധിക്കാം. നിരവധി മാർഗങ്ങൾ ആചാര്യന്മാരാൽ ഉപദേശിക്കപ്പെടുന്നുണ്ട്. എന്നാലും പൊതുവിൽ സാമ്പ്രദായികമായി എപ്രകാരമൊക്കെയാണ്, നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഏകാദശി വ്രതത്തിൻ്റെ ഒന്നാം ഭാഗം തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അഥവാ ഉദ്ദേശം തന്നെ അന്നത്തിൽ നിന്നും വർജിക്കുക. അരി, ഗോതമ്പ് മുതലായ എല്ലാവിധ അന്നജങ്ങളിൽ നിന്നും മാറി നിൽക്കുക, വിട്ടു നിൽക്കുക, ഭക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശ്രദ്ധേയവുമായ ആദ്യത്തെ പടി. അപ്പോൾ നമ്മളുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരള പ്രദേശത്ത് പല ക്ഷേത്രങ്ങളിലും ഏകാദശി വ്രതത്തോടനുബന്ധിച്ച് ഗോതമ്പ് കഞ്ചിയും മറ്റും വിതരണം ചെയ്യുന്നതായി പ്രചാരത്തിലുണ്ട്. അത് തീർത്തും തെറ്റാണ്. ഏകാദശിയുടെ പാരമ്പര്യത്തിനും സമ്പ്രദായത്തിനും തീർത്തും വിരുദ്ധമാണ്. ഒരു തരത്തിലുള്ള അന്നജങ്ങളും ഏകാദശി വ്രതം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ നിയമം ഏകാദശി വ്രതം. രണ്ടാമത്തെ നിയമം, ഏകാദശി ദിവസം തുളസി ജലം കുടിക്കുകയോ തുളസി ദേവിയെ ഉപദ്രവിക്കുകയോ നുള്ളുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ നിയമം. പലപ്പോഴും പലരും പറയാറുണ്ട്, ഞങ്ങൾ ഏകാദശി വ്രതം ദിവസം അന്നജങ്ങളൊന്നും ഭക്ഷിച്ചില്ല, പക്ഷേ തുളസി വെള്ളം കുടിക്കുക മാത്രമാണ് ചെയ്തത്. ഇത് തീർത്തും തെറ്റാണ്. ഏകാദശി ദിവസം തുളസി ജലം കുടിക്കാനോ തുളസിയുടെ ഇലകൾ നുള്ളാനോ പാടില്ല. അന്നത്തെ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ ഭക്തി ചെയ്യുക, വിഷ്ണു നാമം ജപിക്കുക, ഭാഗവതം മുതലായ മഹത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. തുളസീദേവി അന്നേ ദിവസം ഉപദ്രവിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം തുളസീദേവി നമ്മളെപ്പോലെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയാണ്. തുളസീ കൃഷ്ണ പ്രയസി നമോ നമ. അപ്പോൾ അതുകൊണ്ട് അന്നേ ദിവസം ദേവിയും വ്രതത്തിലായതുകൊണ്ട് ദേവിയെ നമ്മൾ അന്നേ ദിവസം ശല്യപ്പെടുത്താൻ പാടുള്ളതല്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ശേഷം മൂന്നാമത്തെ കാര്യം, ഏകാദശി വ്രതം അവസാനിക്കുന്നത് തൊട്ടടുത്ത ദ്വാദശി ദിവസമാണ്. ദ്വാദശി ദിവസം ഈ തുളസി ജലം പാരണ വീട്ടിക്കൊണ്ടാണ് ഏകാദശി വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഇതാണ് മൂന്നാമത്തെ നിയമം. അപ്പോൾ ഏകാദശി വ്രതം ആരംഭിക്കുന്നത് ദശമി ദിവസം വൈകുന്നേരം മുതലാണ് ഏകാദശി വ്രതം ആരംഭിക്കുക. അന്നജങ്ങളിൽ നിന്നും മുക്തി പാലിക്കേണ്ടത്. ദശമി ദിവസം ഒരിക്കൽ മാത്രമേ ഭക്ഷിക്കാവൂ അന്നജങ്ങൾ. അങ്ങനെ ആരംഭിക്കുന്ന വ്രതം, ദശമി ദിവസം ആരംഭിക്കുന്ന വ്രതം ദശമി ദിവസം വൈകുന്നേരം മുതൽ ദ്വാദശി ദിവസം രാവിലെ വരെ നിലനിൽക്കും. ശേഷം തുളസി ജലം പാനം ചെയ്തതിനു ശേഷം മാത്രമേ മറ്റെന്തും ഭക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് പൊതുവിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന മാർഗം. ഇനി ഇതിൽ ആരോഗ്യസ്ഥിതി അനുസരിച്ച്
അവരവരുടെ ആരോഗ്യം എപ്രകാരമാണ് അനുവദിക്കുന്നതനുസരിച്ച് പലതരം വിട്ടുവീഴ്ചകൾ ആചാര്യന്മാരാൽ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, തീർത്തും എല്ലാത്തരം ഭക്ഷ്യഭോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ് ഏകാദശി ദിവസം. എന്നാൽ ഒരു വ്യക്തിക്ക് വെള്ളം കുടിക്കാതെ തീരെ സാധിക്കുന്നില്ല, ഒട്ടും പറ്റുന്നില്ല എന്ന് പറയുന്നു. അയാൾക്ക് വെള്ളം കുടിക്കാം. ഇനി വെള്ളം കുടിച്ചിട്ട് തന്നെ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർക്ക് പാല് കുടിക്കാം. ഇനി പാല് മാത്രം കുടിച്ചിട്ടും സാധിക്കുന്നില്ല എന്നുള്ളവർക്ക് അല്പം പഴങ്ങൾ കഴിക്കാം. അല്പം പഴങ്ങൾ കഴിച്ചിട്ടും പറ്റുന്നില്ല എന്നുള്ളവർക്ക് കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടവ കഴിക്കാം. കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടവ കഴിക്കുമ്പോൾ പൂർണ്ണമായും നമ്മുടെ വിശപ്പ് ശമിക്കുന്നതാണ്, ശരീര അസ്വസ്ഥ്യം പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ്. അപ്പോൾ എപ്രകാരമാണ് നമ്മുടെ ആരോഗ്യസ്ഥിതി, എപ്രകാരമാണ് നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വിശപ്പ് സഹിക്കുന്നവർക്ക് കൂടുതൽ അനുഗ്രഹം, അങ്ങനെയില്ല. ഭക്തിയാണ് എപ്പോഴും മാനദണ്ഡം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആരോഗ്യസ്ഥിതി എന്ത്, എനിക്ക് എത്രത്തോളം വിശപ്പ് സഹിക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് എത്രത്തോളം ഭഗവത് ഭക്തിയിലും ഭഗവത് നാമജപത്തിലും ഏകാദശി ദിവസം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ പറഞ്ഞ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. തുടർന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇതിനോടനുബന്ധിച്ച സംശയങ്ങൾ ആവുന്ന വിധം ദൂരീകരിക്കുന്നതാണ്. ഹരേ കൃഷ്ണ. തുടർന്ന് ഈ വീഡിയോയിൽ ഈ അടുത്ത് വരുന്ന യോഗിനി ഏകാദശിയുടെ പ്രാധാന്യവും മഹാത്മ്യവുമാണ് വിശദീകരിക്കുന്നത്. യോഗിനി ഏകാദശിയെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ്. പണ്ട് അളകാപുരി എന്ന നഗരത്തിൽ കുബേരനാണ് ആ നഗരത്തിൻ്റെ അധിപതി. അവിടെ കുബേരൻ്റെ കൊട്ടാരത്തിൽ വളരെ വിശിഷ്ടനായ ഒരു പൂന്തോട്ടക്കാരനുണ്ടായിരുന്നു. കുബേരൻ്റെ കൊട്ടാരത്തിലെ ഈ പൂന്തോട്ടക്കാരൻ്റെ പേര് ഹേമമാലി എന്നായിരുന്നു. ഹേമമാലിക്ക് അതിസുന്ദരിയായൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഭഗവാന്റെ പൂജയ്ക്കായി കുബേരന് എല്ലാ ദിവസവും താമരപ്പൂക്കൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഹേമമാലിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹേമമാലിക്ക് തൻ്റെ ഭാര്യയോടുള്ള പ്രേമ പാരവശ്യം വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. താൻ കുബേരനായി താമരപ്പൂക്കൾ പറിച്ചു നൽകണം എന്നുള്ള കാര്യം അദ്ദേഹം ഈ പ്രേമ പാരവശ്യത്തിനിടെ മറന്നു പോവുക തന്നെ ചെയ്തു. വിഷ്ണു പൂജയ്ക്ക് വേണ്ടി താമരപ്പൂക്കൾ അന്വേഷിച്ച കുബേരൻ ഹേമമാലിയെയും കാണുന്നില്ല, താമരപ്പൂക്കളെയും കാണുന്നില്ല എന്ന അവസ്ഥയിലെത്തി. ഹേമമാലി എവിടെയെന്ന് അന്വേഷിച്ച് ചെന്ന കുബേരൻ കാണുന്നത് പത്നിയോടൊപ്പം ശയിക്കുന്ന ഹേമമാലിയെയാണ്. ഇതിൽ കൂപിതനായ കുബേരൻ ഹേമമാലിയെ ശപിക്കുകയുണ്ടായി. ഭൂമിയിൽ കുഷ്ഠരോഗം പ്രാപിച്ച് നിപതിക്കട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ രോഗഗ്രസ്തനായി ഭൂമിയിലേക്ക് നിപതിച്ച ഹേമമാലി സാക്ഷാൽ മാർക്കണ്ഡേയ മുനിയുടെ മുന്നിൽ ചെന്നെത്തി. തൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞ ഹേമമാലി അദ്ദേഹത്തിനോട് ശാപമോക്ഷത്തിന് എന്ത് ചെയ്യണം, തൻ്റെ അസുഖങ്ങൾക്ക് നിവർത്തി എപ്രകാരം ലഭിക്കുമെന്ന് ചോദിച്ചു. തിരിച്ചെങ്ങനെ കുബേര ലോകത്തേക്ക് ഉയരാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു. അതിനായി മാർക്കണ്ഡേയ മഹർഷിയാണ് പറഞ്ഞത്, ഭഗവാൻ ഏറ്റവും വിശേഷപ്പെട്ട സർവ്വരോഗങ്ങൾക്കും വിമുക്തി നൽകുന്ന, എല്ലാ ശാപങ്ങളിൽ നിന്നും എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്ന വിശേഷപ്പെട്ട ദിവസമാണ് യോഗിനി ഏകാദശി ദിവസം. ആ ദിവസം ഏകാദശി വ്രതം വിഷ്ണു ഭഗവാന് വേണ്ടി നോറ്റുകഴിഞ്ഞാൽ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് മാർക്കണ്ഡേയ മുനിയാൽ ഉപദേശിക്കപ്പെട്ട ഹേമമാലി അപ്രകാരം അനുഷ്ഠിക്കുകയും ശാപമോക്ഷം ലഭിച്ച് തിരിച്ചു കുബേരലോകത്തേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഇതിൽ സൂചിപ്പിക്കുന്നത് യോഗിനി ഏകാദശിയുടെ മഹാത്മ്യമാണ്. ഏറ്റവും വലിയ പ്രത്യേകത തന്നെ യോഗിനി ഏകാദശിയുടേത് രോഗവിമുക്തിയാണ്. സർവ്വവിധ രോഗങ്ങൾക്കും പരിഹാരം, അത് ആന്തരികവും മാനസികവും ഭൗതികവും അഭൗതികവുമായ എല്ലാവിധ രോഗങ്ങൾക്കും പരിഹാരം യോഗിനി ഏകാദശിക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ആ വിശേഷപ്പെട്ട ഏകാദശി ദിവസം കൃത്യമായും ഭഗവത് പൂജയിൽ വ്യാപൃതരാകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉപസംഹരിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.